ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ LP UP പരീക്ഷയിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗത്ത് കേരള ചരിത്രത്തിൻ്റെ ഭാഗത്തുള്ള ഒരു മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് കേരള നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിൽ തന്നെ നമുക്ക് കുറേ നവോത്ഥാന നായകന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ സെലക്ട് ചെയ്തിട്ടുള്ള അതിനകത്ത് കൊടുത്തിട്ടുള്ള കുറേ നവോത്ഥാന നായകന്മാരുടെ പേരുകളുണ്ടല്ലോ, അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നിങ്ങൾ ചെയ്യുക, ഇവിടെ 10 ചോദ്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 10 രീതിയിലുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ സാധാരണ കേട്ട ചോദ്യങ്ങളുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും, നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുക. 10ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുൻപോടിയായിട്ട് നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. LP UPക്ക് വേണ്ടിയിട്ടുള്ള ആ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് അല്ല, മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, സോ കേരള നവോത്ഥാനമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള സബ്ജക്റ്റ്. മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ചുവടെ പറയുന്ന ഏതു കൃതിയാണ് അയ്യാവഴിയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചല്ലോ. ചുവടെ പറയുന്ന ഏതു കൃതിയാണ് അയ്യാവഴിയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ നോക്കുക. ഒന്ന് ഉച്ചിപ്പടിപ്പ് എന്ന് പറയുന്ന ഒരു കൃതി, അതൊരു കൃതിയാണ്. അടുത്തത് അരുൾനൂൽ എന്ന് പറയുന്ന കൃതി. മറ്റതോ അഖിലത്തിരുട്ട് അമ്മാനെ എന്ന് പറയുന്നൊരു കൃതി. പിന്നീട് മനോനാശം എന്ന് പറയുന്ന കൃതി. ഓക്കെ, സോ നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതുക. ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഉത്തരം, അല്ലെങ്കിൽ എഴുതുന്നവരാണെങ്കിൽ അത് പേപ്പറിൽ എഴുതുക. ഇനി A ആണോ B ആണോ C ആണോ D ആണോ നിങ്ങൾ എഴുതിയല്ലോ. ഇനി നമ്മൾ ഉത്തരത്തിൻ്റെ ആൻസറിലേക്ക് കടക്കുകയാണ്. നോക്കുക, ചുവടെ പറയുന്ന ഏത് കൃതിയാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അയ്യാവഴിയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അയ്യാവഴിയുടെ ബൈബിൾ എന്നല്ലേ. അപ്പോൾ അയ്യാവഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് നവോത്ഥാന നായകനാണ് മനസ്സിലേക്ക് വരിക? അയ്യാവഴി കേട്ടിട്ടുണ്ടോ? ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്, അല്ലേ? ഇനി നമ്മൾ കൃതിയിലേക്ക് വരുന്ന സമയത്ത് അത് വൈകുണ്ഠസ്വാമിയുടെ ഒരു കൃതി തന്നെയാണ്. എന്ത്? അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഉച്ചിപ്പടിപ്പ്, നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു കൃതി കേൾക്കുന്നവരുണ്ടാവും. ഈ ഉച്ചിപ്പടിപ്പ് എന്ന് പറയുന്നത് ഏതാണെയോ അത് വൈകുണ്ഠസ്വാമിയുടെ കൃതി തന്നെയാണ് കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെ തന്നെയാണ് ഉച്ചിപ്പടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അരുൾനൂൽ എന്ന് പറയുന്നത് ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെ തന്നെയാണ്. ഇനി അഖിലത്തിരുട്ട് അമ്മാനെ, നിങ്ങൾ ഇവിടെ നിന്ന് ഈ കൃതികളും പഠിച്ചു വെക്കോ. ഓക്കെ, അപ്പം അങ്ങനെ അഖിലത്തിരുട്ട് അമ്മാനെ എന്ന് പറയുന്നത് ആരുടെയാണ്? അതും വൈകുണ്ഠസ്വാമിയുടെയാണ്. ഇനി മനോനാശം എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെയാണ്. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓക്കെ, അപ്പോൾ ഈ മനോനാശം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെയാണ്. ഏതെന്ന് പറയുന്നത്? മനോനാശം എന്ന് പറയുന്ന കൃതി. ബാക്കി ഈ 3ഉം ആരുടെയാണ്? അത് വൈകുണ്ഠസ്വാമിയുടെയാണ്. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്ന സമയത്ത് അയ്യാവഴി എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സോ അയ്യാവഴിയുടെ ബൈബിൾ എന്ന് പറയുന്നത് അഖിലത്തിരുട്ട് അമ്മാനെ. ഓപ്ഷൻ C ആണ് ഇവിടെ ശരി ഉത്തരം. അഖിലത്തിരുട്ട് അമ്മാനെ എന്ന് പറയുന്ന കൃതിയാണ് അയ്യാവഴിയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ബാക്കിയുള്ളത് ആരുടെയൊക്കെയാണ് കൃതികളെന്ന് നോക്കി വെച്ചോളൂ. മനോനാശം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ചുവടെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച്, രണ്ടാമത്തത് നോക്കുക. ചുവടെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 പ്രസ്താവനകൾ ABCD എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട്. കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. അടുത്തത് B, കുഞ്ഞൻ പിള്ള എന്ന് ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ B. ഇനി ഓപ്ഷൻ C നോക്കാം. പ്രാചീന മലയാളം എന്ന കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്നവിടെ പറയുന്നുണ്ട്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ സെപ്റ്റംബർ 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 4 ഓപ്ഷനിലെ ഒന്ന് നോക്ക്, ഉത്തരം എഴുതിക്കോളൂ. നിങ്ങൾ സമയം വേണ്ടവർ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്, ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നോക്കുക, ചുവടെ പറയുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധമില്ലാത്തതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ ബന്ധമില്ലാത്തതാണ്, ശരിയല്ലാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമ്മൾ
ഉത്തരം എഴുതുമ്പോൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. ശരിയല്ലേ? കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമി തന്നെയാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്? നമുക്കെന്താണ് ശരി? ബന്ധമില്ലാത്തതല്ല, അത് ബന്ധമുള്ളതാണ്, ചട്ടമ്പി സ്വാമികളുമായി ബന്ധമുള്ളതാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അടുത്തത് കുഞ്ഞൻ പിള്ള എന്ന് ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നു. കുഞ്ഞൻ പിള്ള എന്നാണോ അദ്ദേഹം ബാല്യകാലത്ത് അറിയപ്പെട്ടത്? അതെ, കുഞ്ഞൻ പിള്ള എന്ന് തന്നെയാണ്. സോ അതും ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കുഞ്ഞൻ പിള്ള എന്നാണ് അദ്ദേഹം ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നത്. ഇനി പ്രാചീന മലയാളം നോക്കുക. പ്രാചീന മലയാളം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, ഈ പ്രാചീന മലയാളം എന്ന കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലുതല്ലേ അത്? ശരിയാണ്, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസ്താവനയും ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ സെപ്റ്റംബർ 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. നിങ്ങളിവിടെ വായിച്ചിട്ടുള്ള പലരും ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റിച്ചിട്ടുണ്ടാകും. കാരണം ചട്ടമ്പി സ്വാമി എന്ന് കേൾക്കുമ്പോൾ ജീവകാരുണ്യ ദിനം എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓപ്ഷൻ ഡി എന്തായാലും നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല പലരും, അല്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ നമ്മളെ ട്രാപ്പിലാക്കും. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഏത് സെപ്റ്റംബർ 25 എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് എത്രയാണ്? 25ആണ്. ഓഗസ്റ്റ് 25ആണ്. ഓക്കെ, ആ ഓഗസ്റ്റ് 25ആണ് ശരിക്കും എന്താണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സെപ്റ്റംബർ ആണല്ലേ? അപ്പോൾ സെപ്റ്റംബർ അല്ല, അല്ലേ? സെപ്റ്റംബർ അല്ല, പിന്നെയോ ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഓഗസ്റ്റ് 25ആണ് അദ്ദേഹത്തിൻ്റെ എന്താണ്? ഓഗസ്റ്റ് 25ആണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് സെപ്റ്റംബർ എന്ന് പറയുന്നൊരു മാസമാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കൺഫ്യൂസ് ആയി പോകും. ഇപ്പോൾ വർക്ക് 1853 ഓഗസ്റ്റ് 25. അപ്പോൾ ഇതെന്താണ്? ഇത് ബന്ധമില്ല, അവിടെ സെപ്റ്റംബർ എന്നല്ലേ, ഓഗസ്റ്റാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 എന്ന് വരണം. സോ ഇതാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഇനി ഇതിനെ ശരിയായി പഠിക്കുമ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 എവിടെ? നമ്മുടെ കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ആ കാര്യം ക്ലിയറാക്കി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് മൂന്നാമത്തേത് നോക്കൂ. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം. അതൊരാൾ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞത് ആര് എന്നത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം. എന്താണ്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞതാര്? ചട്ടമ്പി സ്വാമികൾ, രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, അയ്യങ്കാളി. ഓക്കെ, ആരാണ് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത്? പെട്ടെന്ന് ഉത്തരം എഴുതിക്കോ. സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ? ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോയതായിരിക്കും, അല്ലേ? ചുമ്മാ വായിച്ചപ്പോൾ അങ്ങനെ വായിച്ചു പോയതായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നോക്കുക, ആരാണ്? ചട്ടമ്പി സ്വാമിയാണോ, രവീന്ദ്രനാഥ ടാഗോറാണോ, മഹാത്മാഗാന്ധിയാണോ, അയ്യങ്കാളിയാണോ? യെസ്, നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് അവിടുത്തെ ശരി ഉത്തരം. ആരാണ്? അയ്യങ്കാളിയാണ് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞതാരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. ക്ലിയർ അല്ലേ? അടുത്ത നോക്കുക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം ഏത്? എന്താണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 2004 നവംബർ 23, 2014 നവംബർ 23, 2004 സെപ്റ്റംബർ 23, 2014 സെപ്റ്റംബർ 23. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ വരിക. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആയിപ്പോൾ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇതാണല്ലോ ഇത് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോഴായിരിക്കും കൺഫ്യൂസ് ആവുക. ഇത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ മറച്ച് വെച്ചിട്ട് ചോദ്യം മാത്രം വായിക്കുക. അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു വർഷം വരും. അതിവിടെ നോക്കുക, വർഷം വിത്ത് ഡേറ്റ് നോക്കണം. ഓക്കെ, വർഷം ഇവിടെ 2 എണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. ക്ലിയർ അല്ലേ? സോ ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. നോക്കുക, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? അത് 2014 ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. 2014 നവംബറുണ്ട്, 2014 സെപ്റ്റംബറുണ്ട്, അല്ലേ? 2014 നവംബർ 23 സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2014 നവംബർ 23. ക്ലിയർ? അടുത്തത്
അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നോക്കുക, കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ആഗമാനന്ദൻ. നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ളതല്ലേ. കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ക്ലിയർ ആണല്ലോ, നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം 1915 ഇത് നടക്കുന്നത്. ഈ കല്ലുമാല സമരം നടക്കുന്നത് 1915 അല്ലേ. അപ്പോൾ കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി, ആഗമാനന്ദൻ. ആരാണ്? യെസ്, ഓപ്ഷൻ സി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം, ഇതൊക്കെ നമുക്കറിയാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കല്ലുമാല സമരം 1915 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ആറാമത്തെ ചോദ്യം നോക്കുക, വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം ചുവടെ പറയുന്നവയിൽ ഏതാണ് എന്ന് പറയുന്നുണ്ട്. ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ. നോക്കുക, കുഞ്ഞൻ പിള്ള, കുഞ്ഞിക്കണ്ണൻ, കാളി, നാണു. ആരൊക്കെയാണ്? കുഞ്ഞൻ പിള്ള, കുഞ്ഞിക്കണ്ണൻ, കാളി, നാണു. ഇതിൽ ഒരു പേര് നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ, ഈ ഒരു മോക്ക് ടെസ്റ്റിൽ തന്നെ ഒരു പേര് നമ്മൾ പരിചയപ്പെട്ടതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിച്ചവർക്ക്. ഓക്കെ, സോ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാണ്. നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചട്ടമ്പി സ്വാമിയുടെ പ്രസ്താവനകൾ വായിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു. കുഞ്ഞൻ പിള്ള എന്നത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുഞ്ഞിക്കണ്ണൻ. യെസ്, ഇവിടെ ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണൻ തന്നെയാണ്. ഇത് വാഗ്ഭടാനന്ദൻ. ഓക്കെ, വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ. ഇനി കാളി എന്ന് പറയുന്ന ആരാണ്? കാളി എന്ന് പറയുന്നത് ആരുടെ അറിയോ? അയ്യങ്കാളി. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുടെ ബാല്യകാല നാമമാണ് കാളി എന്ന് പറയുന്നത്. ഇനി നാണു അല്ലേ, ആരാണ്? നമുക്കറിയാം അല്ലേ, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമമാണ് നാണു. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ് കേട്ടോ. കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമിയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. 7 ചുവടെ പറയുന്നവയിൽ പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണ്? നല്ലൊരു ചോദ്യമല്ലേ. എന്താണ് ചുവടെ പറയുന്നവയിൽ പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണെന്നാണ്? പന്തിഭോജനം, സമപന്തിഭോജനം, മിശ്രഭോജനം, പ്രീതിഭോജനം. ഇത് 4 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിലേതാണ് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ. എഴുതിയോ? ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അതായത് നോക്കുക, ഇവിടെ പറയുന്നുണ്ട് കോസ്മോപൊളിറ്റൻ ഡിന്നർ അല്ലേ. കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത് ആക്ച്വലി ഓപ്ഷൻ സി മിശ്രഭോജനമാണ്. മിശ്രഭോജനമാണ് കോസ്മോപൊളിറ്റൻ. പിൽക്കാലത്ത് കേട്ടോ, ആദ്യകാലങ്ങളിൽ മിശ്രഭോജനം എന്നറിയപ്പെട്ടത്, പിൽക്കാലത്ത് പിന്നീട് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് അവിടെ പറഞ്ഞത്. നമുക്കറിയാം പന്തിഭോജനം അല്ലേ. പന്തിഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യയാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത്. ഇനി നമുക്ക് സമപന്തി ഭോജനം അല്ലേ. പന്തിഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനമാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് ഏത് സമപന്തി ഭോജനം. അങ്ങനെയാണെങ്കിൽ മിശ്രഭോജനം അല്ലേ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അപ്പം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതിഭോജനം ആരറിയോ? പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. പന്തിഭോജനം തൈക്കാടയ്യ, സമപന്തിഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത് മിശ്രഭോജനമാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? എന്താണ്? കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. ആരായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയോ. യെസ്, നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത് ആരുടെ വാക്കുകളാണ്? എൻ്റെ ദേവനും ദേവിയും എന്താണ്? നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ ഇത് ആരുടെ വാക്കുകളാണെന്നുള്ളതാണ്. പന്തളം KP രാമൻപിള്ള, മന്നത്ത് പത്മനാഭൻ, C കൃഷ്ണപിള്ള, തോട്ടക്കാട് മാധവിയമ്മ. ആരുടെയാണ്? പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ. എഴുതിയോ? യെസ്, ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത് ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ്. മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ്. ക്ലിയർ അല്ലേ? ഇനി അവസാനത്തെ ചോദ്യം.
കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? എന്താണ്? കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദതീർത്ഥൻ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, പാമ്പാടി ജോൺ ജോസഫ്. ആരാണ്? അവസാന ചോദ്യമാണ്. എളുപ്പം അറിയുന്നൊരു ചോദ്യം തന്നെയാണ് അവസാനം ഇട്ടിട്ടുള്ളത്. കിട്ടിയോ? ഓക്കെ, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദനാണ്. സോ നമ്മൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ഇട്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. നമ്മൾ ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകളായിരിക്കും കുറേയൊക്കെ ക്ലാസ്സുകളൊക്കെ തരുന്നത്. കാരണം നമ്മൾ പഴയ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനും പുതുതായിട്ട് വരുന്നവർക്ക് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. അവർ പഠിച്ചു വരുന്നവരല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ പേര് പുതുതായിട്ട് ഇനിയിപ്പോൾ അടുത്ത LPUPക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ട്. ഓൾറെഡി പഠിച്ച് അടുത്ത LPUPക്ക് വേണ്ടി വാശിയോടെ പഠിക്കുന്നവരുണ്ട്. സോ അടുത്ത തവണ എന്തായാലും മത്സരം കടുക്കുമെന്നതിൽ എന്താണ് സംശയമൊന്നുമില്ല. സോ നമ്മളതുകൊണ്ടാണ് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. നമ്മൾ എന്ത് ചെയ്യുക? ഇന്നിനെക്കുറിച്ച് ആലോചിക്കുക. നാളെ എന്താവുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നാളെ പഠിക്കുക, അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ പഠിക്കാമെന്ന് പറയുന്നതിനെക്കാട്ടിയും ഇപ്പം എന്താണോ അതങ്ങോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ തടാം. അതിനനുസരിച്ച് പിന്നെ റെഗുലറായിട്ട് ക്ലാസ്സുകളൊക്കെ വരും. അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഈ 9-ാം തീയതിയാണ് ബാച്ച് ആരംഭിച്ചിട്ടുള്ളത് LPUPയുടെ. സോ അതിലേക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അപ്പോൾ നമ്മുടെ LPയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. നമുക്ക് 6-ാം റാങ്ക്, 10-ാം റാങ്ക് തുടങ്ങി 35-ാം റാങ്ക് തുടങ്ങി നമുക്ക് നിരവധി റാങ്കുകൾ നമ്മുടെ കുട്ടികൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം വരികയാണെങ്കിൽ, നമ്മൾ പറയുന്ന പോലെ പഠിക്കുക, നമ്മോടൊപ്പം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റാങ്കുകൾ നിങ്ങൾക്കും സ്വപ്നം കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്വപ്നം കൈവരിക്കുക തന്നെ ചെയ്യും. ഒപ്പം പേജ് 3 അക്കാദമി ഉണ്ടാകും. സോ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് തന്നെ ലഭിക്കുന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.